ശ്രീനാരായണ ഗുരുവിനെയും സനാതനധർമ്മത്തെയും ചൊല്ലി വീണ്ടും വാക്പോര്. ഗുരുവിനെ സനാതനധർമ്മത്തിന്റെ വക്താവാക്കാൻ ശ്രമം നടക്കുന്നെന്ന് വി മുരളീധരന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. മതാചാര്യനെന്ന് വിശേഷിപ്പിക്കുന്നത് ഗുരുനിന്ദയാണെന്നും ശിവഗിരി തീർത്ഥാടന സമ്മേളന വേദിയിൽ പിണറായി വിജയൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്തി ശിവഗിരി തീർത്ഥാടനത്തെ അപമാനിക്കുകയാണെന്ന് വി മുരളീധരൻ തിരിച്ചടിച്ചു. സനാതനധർമ്മ പ്രകാരം ശ്രീനാരായണ ഗുരു ദൈവതുല്യനെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞു. ഇന്നും ഇടക്കിടക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന വാക്കാണ് സനാതന ഹിന്ദുത്വം. രാജാധിപത്യത്തിനും വർഗീയാധിപത്യത്തിനും ഒരുപോലെ പ്രിയപ്പെട്ടതാകുന്നു ഈ വാക്ക് എന്നത് ശ്രദ്ധിക്കണം. സനാതന ഹിന്ദുത്വം എന്ന വാക്കിലൂടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ബ്രാഹ്മണാധിപത്യത്തിന്റെ പഴയ രാജവാഴ്ചക്കാലമാണ്. ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത്? ഇതിന്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്തോ സുഖിനോ ഭവന്തു എന്ന ആശയവാക്യമാണ്. ഇതിന് തൊട്ടു മുൻപുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോ ബ്രാഹ്മണേ. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ ധർമ്മമാണ് എന്നാണ് പിണറായി വിജയന്റെ ഭാഷ്യം. വാസ്തവത്തിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദയനിധി സ്റ്റാലിൻ നടത്തിയ പ്രഖ്യാപനത്തിന്റെ തുടർച്ചയാണ് ഇപ്പോ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവന. മുഖ്യമന്ത്രി സംസാരിച്ചപ്പോ അദ്ദേഹം മഹാഭാരതത്തെ അപമാനിച്ചു, കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിച്ചു. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, പരിശുദ്ധ ഖുർആനെ കുറിച്ച് ഇതുപോലെയുള്ള ഒരു പരാമർശം നടത്താൻ മുഖ്യമന്ത്രിക്ക് ധൈര്യം ഉണ്ടാവോ? സനാതന ധർമ്മത്തിന്റെ ശത്രുവാണ് എന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രചാരവേല നടത്താനുള്ള വേദി, ആ വേദിയായിട്ട് ശിവഗിരിയെ ഉപയോഗിക്കുന്നതിലൂടെ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് ഈ തെറ്റിദ്ധാരണ പരത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ ശ്രമം, ആ ശ്രമത്തിലാണ് ഇന്നും വീണ്ടും പിണറായി വിജയൻ മുതിർന്നത്. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. റോഷിപാൽ, ശിവഗിരിയിൽ തന്നെ തർക്കത്തിലേക്ക് പോവുകയായിരുന്നു. എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു പ്രസ്താവനയിലേക്ക് എത്തിയത്? സുജയ, ശിവഗിരി തീർത്ഥാടനത്തിന്റെ തുടക്കം, അതിന്റെ ഇന്നലെ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ പ്രസംഗമാണ് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു വിമർശനത്തിന് കാരണമായത്. മുഖ്യമന്ത്രി ഇപ്പോൾ വി മുരളീധരൻ നൽകിയ ആ മറുപടിക്ക് കാരണമായത് സനാതന ധർമ്മവുമായി ശ്രീനാരായണ ഗുരുദേവനെ ചേർത്ത് വി മുരളീധരൻ പറഞ്ഞ ചില പരാമർശങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹിന്ദു മതവുമായി ശ്രീനാരായണ ഗുരുവിനെ കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ ഒരു നേതാവായി ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള ശ്രമം ഒരു ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ പ്രധാനമായും. എന്നാൽ ഇതിനെതിരെ ശക്തമായ വിമർശനവുമായി വി മുരളീധരന് പുറമെ കെ സുരേന്ദ്രനും രംഗത്തെത്തി. ഒന്ന്, ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ ഘട്ടത്തിൽ ഈ ശ്രീനാരായണീയരെ പൂർണ്ണമായും അപമാനിക്കുകയാണ് പിണറായി വിജയൻ അവിടെ ശിവഗിരിയിൽ തന്നെ ചെയ്തിരിക്കുന്നത് എന്ന വിമർശനമാണ് കെ സുരേന്ദ്രൻ ഉയർത്തിയത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാക്പോർ ഇപ്പോഴും തുടരുന്നുണ്ട്. പിണറായി വിജയൻ വളരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ആ പരാമർശത്തെ എതിർത്തത്. വി മുരളീധരൻ ഇന്നലെ ഉയർത്തിയ പരാമർശത്തെ എതിർത്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് മറ്റ് തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് UDF നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊന്നും ഈ കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം സനാതനധർമ്മം അത് BJP സംഘപരിവാർ ഉയർത്തുന്ന ആശയമാണ്. അതുമായി ശ്രീനാരായണ ഗുരുവിനെ ചേർത്ത് കെട്ടാൻ ഒരു ശ്രമം നടക്കുന്നു എന്നതാണ് പിണറായി വിജയൻ ഒരു വിമർശനമായി ഉയർത്തുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരു ഉയർത്തിയ ആശയം അത് സനാതന ധർമ്മമാണെന്ന്, ഒപ്പം ഏതാണ്ട് 68ഓളം പുസ്തകങ്ങൾ ഹിന്ദുദേവന്മാരെ പ്രകീർത്തിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എഴുതിയതടക്കം BJP നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതേ വേദിയിൽ തന്നെ കെ സുരേന്ദ്രൻ അതാണ് ഉന്നയിച്ചത്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയന്റെ പ്രസംഗത്തെ എതിർത്തുകൊണ്ട് അതിന് തൊട്ടു പിന്നാലെ സംസാരിക്കുകയും ചെയ്തു.